ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എനിക്ക് ഒരുങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഓണത്തിന് ഗെറ്റ് റെഡി വിത്ത് മീ ഷോർട്സ് ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ ഫുൾ വീഡിയോ ഇടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. എങ്ങനെ പിന്നെ ഇരിക്കട്ടെ എൻ്റെ ഫുൾ വീഡിയോ ട്യൂട്ടോറിയൽ. ആദ്യം തന്നെ ഞാൻ കണ്ണാടി വെക്കുന്നുണ്ട്, ലെൻസ് വെച്ചു കേട്ടോ. ചിലപ്പോൾ അത് പെട്ടെന്ന് അങ്ങ് വെക്കാൻ പറ്റും, ഇല്ലെങ്കിൽ കുറേ സമയം എടുക്കും. അങ്ങനെ കഷ്ടപ്പെട്ട് ഞാൻ ലെൻസൊക്കെ വെച്ചു. അതിനുശേഷം ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ ആണ് ചെയ്തത്. അതിനുവേണ്ടി ദേഗ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ലിപ് ബാമും, അത് കഴിഞ്ഞിട്ട് പ്ലമ്മിൻ്റെ റോസ് വാട്ടർ ടോണർ യൂസ് ചെയ്തു. ടോണർ ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു കേട്ടോ. അതിനുശേഷം യൂസ് ചെയ്തത് പ്ലമ്മിൻ്റെ വൈറ്റമിൻ സി സെറമാണ്. ഇത് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന സെറമാണ്. ഈ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഞാൻ ഒരുപാട് സെറവിൻ്റെ മുഖത്ത് തന്നിട്ടുണ്ടെന്ന്. ഡെയിലി ഞാൻ ഓരോ തുള്ളി മാത്രമേ എൻ്റെ ഓരോ കവിളിൽ വിടാറുള്ളൂ. ഇതല്പം കൂടിപ്പോയി, ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ടായിരിക്കും. ഇരിക്കട്ടെ, കുഴപ്പമില്ല, ഇത്രയൊന്നും പ്രൊഡക്റ്റ് ആവശ്യമില്ല കേട്ടോ. പിന്നെ ഞാൻ യൂസ് ചെയ്തത് പ്ലമ്മിൻ്റെ തന്നെ ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ടുള്ള മോയ്സ്ചറൈസറാണ്. നല്ലൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ ഇത്. എൻ്റെ സ്കിന്നിന് ഇത് നല്ലോണം സ്യൂട്ട് ആവുന്നുണ്ട്. അത് ഞാൻ മുഖത്തും കവളിലും കഴുത്തിൻ്റെ ബാക്കിലും എല്ലാം ഞാനത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലിസ്റ്റ്, മെയിനായിട്ട് വേണ്ട സാധനമാണ് നമ്മുടെ സൺസ്ക്രീൻ. അത് മുഖത്തും കഴുത്തിലും എല്ലാം നല്ലോണം അപ്ലൈ ചെയ്യണം കേട്ടോ. പിന്നെ നല്ല വെയിലുള്ള സമയത്ത് ഇത് നമ്മുടെ ബോഡിയിൽ യൂസ് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മുടെ സൺ എക്സ്പോസ് ആവുന്ന നമ്മുടെ ഭാഗങ്ങളിലൊക്കെ അത് യൂസ് ചെയ്യണം കേട്ടോ. ഞാനത് ഇറങ്ങാതെ തന്നെ കയ്യിലും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്തു. നമ്മൾ മേക്കപ്പ് ചെയ്താലും ഇല്ലെങ്കിലും ഇത്രയും ഒരു പ്രൊസീജിയർ സ്കിൻ കെയർ നമ്മൾ എപ്പോഴും ചെയ്യണം കേട്ടോ. അത് നമ്മുടെ സ്കിന്നിനെ നല്ല ഹെൽത്തി ആയിട്ട് ഗ്ലോ ആയിട്ട് വെക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുവേ. അത് കഴിഞ്ഞിട്ട് ഞാൻ സ്കിൻ മേക്കപ്പിലേക്കാണ് കിടന്നത്. ആദ്യം യൂസ് ചെയ്തത് മെബിലിൻ ന്യൂയോർക്കിൻ്റെ തന്നെ ഒരു പ്രൈമറാണ്. ഈ പ്രൈമർ ഇത്ര യൂസ് ചെയ്യേണ്ട ഒരു കാര്യമില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, എക്സൈറ്റ്മെൻറ്റ് കുറച്ച് കൂടിപ്പോയതുകൊണ്ടായിരിക്കാം. കുറേ പ്രൈമർ എടുത്ത് ഞാൻ എല്ലായിടത്തും ഇട്ടു. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഓപ്പൺ പോഴ്സ് ഒക്കെ ഉള്ളിടത്തും കവിളിൻ്റെ ഭാഗത്തും ഒക്കെ ആയിട്ട് ഒന്ന് ഇട്ടാൽ മതി. ഇത് ചെറുതായിട്ട് ഞാനത് ഏതാണ്ട് വലിച്ചു വാരി അങ്ങ് ഇട്ടതുപോലെ എനിക്ക് തോന്നി. അടുത്ത തവണ തൊട്ട് ശ്രദ്ധിക്കാൻ വീഡിയോ എടുക്കുമ്പോൾ. പക്ഷെ തന്നെ ഇരുന്ന് കഴിയുമ്പോൾ ഇത്രയൊന്നും ഇടാറില്ല കേട്ടോ, അത് വേറൊരു കാര്യം. പിന്നെ ഞാൻ യൂസ് ചെയ്തത് കളർ കറക്റ്ററാണ്. എന്നെ പോലെ ഡസ്കി സ്കിന്നിന് ഓറഞ്ച് കളർ കറക്റ്ററാണ് നല്ലത് എന്ന് കേട്ട് ഞാൻ വാങ്ങിച്ച സാധനമാണിത്. പക്ഷേ ഇത് ഉപയോഗിക്കാൻ എനിക്ക് അറിയത്തില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഡാർക്ക് സ്പോട്ട്സ് തോന്നിയെടുത്ത് തേച്ചിട്ട് ഞാനത് കൈകൊണ്ട് തന്നെ അങ്ങോട്ട് സെറ്റ് ചെയ്ത് ഡാബ് ചെയ്ത് കൊടുക്കുക ചെയ്തത്. അതും കൂടി പ്രത്യേകിച്ച് പ്രയോജനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. അത് വെറുതെ ആയിപ്പോയെന്ന് എനിക്ക് തോന്നി. പിന്നെ ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്തത് കൺസീലറാണ്. യൂസ് ചെയ്തത് സ്വിസ് ബ്യൂട്ടിയുടെ കൺസീലറാണ് കേട്ടോ. ഈ പെരുക നല്ല ഹൈലൈറ്റ് ആയിട്ട് നിൽക്കാനായിട്ട് ഇങ്ങനെ യൂസ് ചെയ്താൽ അടിപൊളിയായിരിക്കും എന്ന് ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അവിടെയൊക്കെ യൂസ് ചെയ്തിട്ട് എനിക്ക് ഡാർക്ക് സ്പോട്ട്സ് തോന്നിയ എല്ലായിടത്തും ഞാനിത് യൂസ് ചെയ്തു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പ്രോഡക്റ്റാണ് സ്വിസ് ബ്യൂട്ടിയുടെ കാരമൽ എന്ന് പറയുന്ന ഷെയ്ഡിലുള്ള ഈ കൺസീലർ. എൻ്റെ സ്കിൻ ടോണിന് ഇത് അടിപൊളിയായിട്ട് മാച്ച് ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ ഞാനതൊരു ബ്രഷൊക്കെ യൂസ് ചെയ്ത് നല്ലോണം അങ്ങ് മുഖത്തിലേക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ കാര്യമായിട്ടിരുന്ന് ബ്ലെൻഡ് ചെയ്യുന്നതൊക്കെ കണ്ട് എനിക്ക് മേക്കപ്പിനെ കുറിച്ച് ഒരുപാട് ധാരണകളുണ്ടെന്ന് ആരും കരുതണ്ട. ഇതൊക്കെ ഞാൻ കുറേ യൂട്യൂബേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പഠിച്ചെടുത്തതാണ് കേട്ടോ. എന്നിട്ട് പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിച്ച് സ്വന്തം മുഖത്ത് സ്വയമേ ഇരുന്ന് പണിയെടുക്കാറുണ്ട്. പിന്നെ എൻ്റെ അനിയത്തിക്കും അമ്മയ്ക്കും ഒക്കെ ഇടയ്ക്ക് ചെയ്ത് കൊടുത്ത് ഞാൻ ഇങ്ങനെയൊക്കെ പഠിച്ചെടുക്കും. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാൻ. എനിക്ക് ആരെങ്കിലും കിട്ടിയാൽ മേക്കപ്പ് ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഈ പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴേ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ സ്കിൻ ടോണിനനുസരിച്ചുള്ളത് മാത്രം യൂസ് ചെയ്യുക, ഇല്ലേ ഭയങ്കര പുട്ടി അടിച്ചതുപോലെ നമ്മളിരിക്കും. പിന്നെ ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ വെള്ളത്തിൽ നനച്ചൊന്ന് എടുത്ത ഒരു സ്പഞ്ച് എടുത്തിട്ട് മുഖത്തൊന്നുകൂടെ ഡാബ് ചെയ്ത് കൊടുത്തു കേട്ടോ. എക്സ്ട്രാ ഉള്ള പ്രോഡക്ട്സ് ഒക്കെ അതങ്ങ് വൈപ്പ് ഔട്ട് ചെയ്ത് കളയും. പിന്നെ ഞാൻ എൻ്റെ താജ്മഹൽ പണിതത് എൻ്റെ പിരികത്തിലാണ്. എനിക്ക് അത്യാവശ്യം നല്ല പിരികമുണ്ട്. അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് നോക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് മിസ് ക്ലെയറിൻ്റെ ഈ ഒരു ഐബ്രോ പാലറ്റാണ് യൂസ് ചെയ്തത്. ആദ്യം അതൊന്ന് നല്ലോണം ഞാൻ ഐബ്രോസൊക്കെ ഒന്ന് ചീകി എടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബ്ലാക്ക് പ്രോഡക്റ്റ് എടുത്തിട്ട് ഞാൻ എൻ്റെ പിരികത്തിൻ്റെ സൈഡ് ഭാഗങ്ങളെല്ലാം നല്ലോണം ഒന്ന് എഴുതി കൊടുത്തു കേട്ടോ. പിന്നെ അതിൻ്റെ ഒരു ലൈറ്റർ ഷെയ്ഡ് ഞാൻ പിരികത്തിൻ്റെ ഈ കട്ടിയില്ലാത്ത ഭാഗത്ത്
എന്ന് വെച്ചാൽ നമ്മുടെ നോസിൻ്റെ അടുത്തോട്ട് വരുന്ന ഭാഗത്തേക്ക് ആ ഒരു ലൈറ്റർ ഷെയ്ഡ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ 2 പിരികത്തിൽ ഞാൻ താജ്മഹൽ പടുത്തു. അത് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുന്നത് മെബലിൻ ന്യൂയോർക്കിൻ്റെ തന്നെ 330 ഷെയ്ഡിലുള്ള ഫൗണ്ടേഷനാണ്. എൻ്റെ ഷെയ്ഡിന് ബെസ്റ്റ് അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ഷെയ്ഡ് അത്യാവശ്യം നല്ലോണം യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഫുൾ കവറേജ് സാധനം തന്നെയാണ്. ഒരുപാട് ലോങ് ലാസ്റ്റിംഗ് ആണോ എന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് ലോങ് ലാസ്റ്റിംഗ് അല്ല. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. അത്യാവശ്യം നല്ലൊരു ബ്രാൻഡും കൂടെയാണ്. തീരെ ലോക്കൽ ബ്രാൻഡ്സ് ഒക്കെ ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ. അതുകൊണ്ട് ഇത് അത്യാവശ്യം നല്ല ബ്രാൻഡായതുകൊണ്ട് അതിൻ്റെ ഒരു ക്വാളിറ്റി അത് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. പിന്നെ അത് ഞാൻ മറ്റേ ബ്രഷ് വെച്ചിട്ട് അടിപൊളിയായിട്ട് ബ്ലെൻഡൊക്കെ ചെയ്തതിലും തൃപ്തിയാവാത്തതുകൊണ്ട് സെറ്റിംഗ് സ്പ്രേ ഉപയോഗിച്ച് നമ്മുടെ സ്പോഞ്ചിലേക്ക് അടിച്ച് ഒന്നുകൂടെ ഞാനത് ഡാബ് ചെയ്ത് കൊടുത്തു കേട്ടോ. അടുത്ത പരിപാടി എനിക്ക് ഐ ഷാഡോ ഇടുക എന്നുള്ളതായിരുന്നു. എനിക്ക് വലുതായിട്ട് ഐ മേക്കപ്പ് ഒന്നും അറിയത്തില്ല. എന്നാലും ഒരു 2-3 കളറൊക്കെ മിക്സ് ചെയ്ത് എങ്ങനെയൊരു നല്ലൊരു ഐ മേക്കപ്പ് സെറ്റ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അങ്ങനെ അതിനുവേണ്ടി ഞാൻ ആദ്യം തന്നെ ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്ത് എൻ്റെ കണ്ണിൻ്റെ ക്രീസിലെല്ലാം ഞാൻ നല്ലോണം തേച്ചു. അത് കഴിഞ്ഞിട്ട് വേറൊരു ഷെയ്ഡ് എടുത്ത് കണ്ണിൻ്റെ അകഭാഗത്ത് ഞാൻ എഴുതി കേട്ടോ. അതൊരു ലൈറ്റ് പിങ്കിഷ് ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. കണ്ടില്ലേ, ആ പിങ്കിഷ് ഷെയ്ഡ് ഞാൻ യൂസ് ചെയ്ത്. പക്ഷെ ഞാനത് കണ്ണിൻ്റെ വെളിയിലോട്ട് ഇട്ടിട്ടില്ല കേട്ടോ. കണ്ണിൻ്റെ വെളിഭാഗത്തായിട്ട് ഞാൻ ഒരു ഒരു ഗ്ലിറ്ററി ഷെയ്ഡ് കൊടുക്കാനാണ് തീരുമാനിച്ചത്. അങ്ങനെ ആ ഒരു ഗോൾഡിഷ് ഗ്ലിറ്റർ സാധനം ഞാൻ എടുത്ത് എൻ്റെ കണ്ണിൻ്റെ ഈ സൈഡിലായിട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ നല്ലൊരു ലുക്കായിരുന്നു കേട്ടോ. നല്ലൊരു ഐ മേക്കപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഭംഗിക്ക് ചെയ്യുന്നത്. എന്തുവന്നാലും ഫ്ലോപ്പ് ആയിട്ടില്ല. അതുകൊണ്ട് അത് ഞാൻ ചെയ്തു. പിന്നെ എക്സ്ട്രാ വന്നതല്ല, ഞാൻ കൈകൊണ്ട് തന്നെ എടുത്ത് കളയുമായിരുന്നു കേട്ടോ. ബ്രഷൊന്നും വർക്കൗട്ട് ആവത്തില്ല, കൈ തന്നെ ശരണം. അങ്ങനെ ഐ മേക്കപ്പിൻ്റെ ഒരു 50% കഴിഞ്ഞു. ബാക്കി 50% ഈ കാജലും പിന്നെ നമ്മുടെ ഐലൈനറും പിന്നെ ഒരു മസ്കാരയാണല്ലോ. ഞാൻ യൂസ് ചെയ്യുന്ന കാജലും ഐലൈനറും എല്ലാം പ്ലമ്മിൻ്റെ തന്നെയായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ലോണം കണ്ണെഴുതി. പിന്നെ കണ്ണിൻ്റെയും മേളിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ഞാൻ ഈ എഴുതുന്ന ഭാഗം, അവിടെയൊക്കെ നല്ലോണം എഴുതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഐലൈനർ എടുത്ത് കണ്ണിൻ്റെ മോൾ ഭാഗം എഴുതുന്നുണ്ട്. വാലിട്ടൊക്കെ കണ്ണെഴുതണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും എനിക്ക് അത്ര നല്ലോണം കണ്ണെഴുതാൻ അറിയില്ല. സാധാരണ എഴുതുന്ന പോലെ തന്നെ ഞാൻ പിന്നെ മുകൾ വശം എഴുതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് മസ്കാര ഇട്ടു. അതും ഞാൻ യൂസ് ചെയ്തത് മെബലിൻ്റെ മസ്കാര തന്നെയായിരുന്നു. ഈ മസ്കാര ഇട്ട് കഴിയുമ്പം നല്ലോണം ആ കൺപീലിയൊക്കെ അങ്ങ് വിടർന്ന് വരും. നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. സ്വന്തമായിട്ട് പുകഴ്ത്തുക എന്നത് ഞാൻ തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. എനിക്ക് എൻ്റെ ഐ മേക്കപ്പ് നല്ലോണം ഇഷ്ടമായി. പിന്നീട് ഒന്ന് സെറ്റിംഗ് സ്പ്രേന്ന് ഒരു സെറ്റിംഗ് പൗഡർ എടുത്തിട്ട് ഞാനത് ഫുള്ളൊന്ന് സെറ്റ് ചെയ്യാണ്. മെബിലിൻ്റെ കോമ്പാക്ട് പൗഡറാണ് ഞാൻ യൂസ് ചെയ്തത്. പിന്നെ ബ്ലഷ് എന്ന് പറയുന്ന പോലെ ഞാൻ കവിളിലും മൂക്കിലും താടിയിലും ഒക്കെ നല്ലോണം ബ്ലഷ് ഇട്ടു കേട്ടോ. എന്നിട്ട് കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്ട്രോബ് ക്രീം ഇട്ടിരുന്നു. പിന്നെ എല്ലാം ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് കുറേ നേരം ഇത് ലോങ് ലാസ്റ്റ് ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഒരു സെറ്റിംഗ് സ്പ്രേയും അടിച്ചു. ഇല്ലേ, ഇതെല്ലാം ഇട്ടത് വെറുതെ ആയി പോകത്തില്ലേ. ലാസ്റ്റ് ഞാനൊരു ലിപ്പ് ലൈനർ കൊണ്ട് ലിപ്പ് ഒന്ന് ലൈൻ ചെയ്ത് വെച്ചു കേട്ടോ. എനിക്ക് കുറച്ച് ഡാർക്ക് ലിപ്സാണ്, അതുകൊണ്ട് ലിപ്പ് ലൈനർ എപ്പോഴും യൂസ് ചെയ്യാറുണ്ട് ലിപ്സ്റ്റിക്കിന് മുന്നേ. അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞാൻ വരാം കേട്ടോ. കണ്ടില്ലേ, ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. മുടിയൊക്കെ ഞാൻ കെട്ടി വെച്ചിരുന്നതൊക്കെ അങ്ങ് അഴിച്ചിട്ടു കേട്ടോ. ഇനി മുടി ഏത് സ്റ്റൈലൊക്കെ ഇട്ടുമെന്നായിരുന്നു എൻ്റെ കൺഫ്യൂഷൻ. കുറേ നേരം ഞാനതിൽ കുറേ പണി എടുത്തു കേട്ടോ. എന്ത് ചെയ്യണമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഔട്ട്ഫിറ്റ് ഇട്ട് കഴിഞ്ഞാലേ എനിക്ക് മുടിയുടെ ഹെയർ സ്റ്റൈൽ ഏത് വേണമെന്ന് തീരുമാനിക്കാനായിട്ടുള്ള ഒരു ഇത് കിട്ടുള്ളൂ. അങ്ങനെ ഞാൻ ലോറിയലിൻ്റെ സെറമൊക്കെ എടുത്ത് എൻ്റെ മുടിയിലൊക്കെ നല്ലോണം തേച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ കേളിയായിട്ട് കിടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പിരിച്ച് ചെയ്യുന്നത്. പിന്നെ ആഫ്റ്റർ കൺസിഡറേഷൻ ആൻഡ് ലോട്ട് ഓഫ് കൺസിഡറേഷൻ ഐ കം ടു ദ കൺക്ലൂഷൻ ദാറ്റ്
ഒരു ഹെയർ സ്റ്റൈൽ സെറ്റ് ചെയ്യാവുന്നു. വലിയ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. ഇതുപോലെ എടുക്കുക, ഒന്ന് മുടി പിരിക്കുക, ഒരു സ്ലൈഡ് വെച്ചിട്ട് സെക്യൂർ ചെയ്യുക. സിമ്പിൾ പരിപാടിയാണ് കേട്ടോ. ഇതിലും വലിയ സിമ്പിൾ ഒരു ഹെയർ സ്റ്റൈൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ 3 പാർട്ടീഷനായിട്ട് എടുത്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. എടുക്കുക, പിരിക്കുക, അങ്ങ് സെക്യൂർ ചെയ്യുക, അത്രേ ഉള്ളൂ കേട്ടോ. ഭയങ്കര സിമ്പിളാണ്. അങ്ങനെ 2 സൈഡും കൂടെ ഇതുപോലെ സെക്യൂർ ചെയ്തു. പിന്നെ ഓണം ആകുമ്പോൾ മുല്ലപ്പൂ ഒക്കെ വെച്ചിട്ട് ഞാൻ പൊതുവെ എങ്ങോട്ട് പോകാറുള്ളായിരുന്നു. ഇവിടെ സ്വീഡനിലെ അതൊന്നും കിട്ടത്തില്ല. അറ്റ്ലീസ്റ്റ് മുടിയിൽ വെക്കാനായിട്ട് ഒരു ഒറിജിനൽ ഫ്ലവർ കിട്ടുമോ നോക്കിയിട്ട് പോലും അതുപോലെ ഇവിടെയില്ല. പൂക്കൾ ഒരുപാടുണ്ടെങ്കിലും അതൊന്നും നമുക്ക് പറിക്കാൻ പാടില്ല കേട്ടോ. ഇവിടുത്തെ ഉള്ള ആൾക്കാർക്ക് അതൊന്നും തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് എൻ്റെ കയ്യിൽ കുറച്ച് ഹെയർ ആക്സസറീസ് ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം തൽക്കാലം മുല്ലപ്പൂ ഇല്ലാത്തത് കൊണ്ട് അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ കരുതി. പിന്നെ ലാസ്റ്റായിട്ട് ഞാൻ എൻ്റെ മാലയും കമ്മലും എല്ലാം ഇട്ടിട്ട് ഒരു പൊട്ടും കൂടെ കുത്തി. പൊട്ടില്ലെങ്കിൽ എനിക്കൊരു ഫിനിഷ് തോന്നത്തില്ല കേട്ടോ. അങ്ങനെ പൊട്ടൊക്കെ കുത്തി. ലാസ്റ്റ് യൂസ് ചെയ്തത് ലിപ്സ്റ്റിക്കാണ്. ഏറ്റവും ലാസ്റ്റാണ് അത് യൂസ് ചെയ്തത് കേട്ടോ. ഞാൻ യൂസ് ചെയ്തത് ഏത് പ്രൊഡക്റ്റ് ആയിരുന്നു അതേമേ? ഫേസസ് കാനഡയുടെ ആയിരുന്നു കേട്ടോ. ഫേസസ് കാനഡയുടെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടു, മുടിയൊക്കെ ഇട്ടു. ഇനി എൻ്റെ മുടിയുടെ ബാക്ക് കാണിച്ചു തരാമേ, എങ്ങനെ ഇരിക്കുന്നതെന്ന് കാണണ്ടേ. മുല്ലപ്പൂ ഇല്ലാതെ നമുക്ക് ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്തെടുക്കാം. എന്നാലും എനിക്ക് എൻ്റെ ഫൈനൽ ഔട്ട്ഫിറ്റ് ഒത്തിരി ഇഷ്ടമായിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. Until then, it's bye from Renu.